റാസൽ കൈമയിൽ 2.5 വർഷത്തിന് ശേഷം പിന്നെ നാട്ടിൽ വന്നു തിരിച്ച്? ഇല്ല, 2.5 വർഷത്തിന് ശേഷം ഞാൻ അവിടെ റിസൈൻ ചെയ്യുകയും വേറെ ഒരു സെയിൽസ് ജോബിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിൽ കിട്ടിയതിന് ശേഷമാണ് റിസൈൻ ചെയ്യുന്നത്. ഷാർജയിലുള്ള ഒരു മരുന്ന് ഡിസ്ട്രിബ്യൂട്ടറുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആണ് ഒരു വർക്ക് ചെയ്തത്, ഒരു 4 മാസത്തോളം ഷാർജയിൽ. ആ ജോലിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്നെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് സെലക്ട് ചെയ്യുന്നതും. ഞാൻ ദോഹയിലേക്ക് അവിടെ നിന്ന് തന്നെ ദോഹയിലോട്ട് ജോലി ശരിയാകണം. ദോഹയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെന്നെ റിക്രൂട്ട് ചെയ്തത്. അത് ഏത് വർഷമായിരിക്കും? അപ്പോൾ ഒരു 93 മെഫ എന്ന് പറയുന്ന സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഈ UAE നിന്ന് ദോഹയിലോട്ട് വന്നപ്പോൾ എന്തൊരു ചേഞ്ച് എന്ത് തോന്നി ശരിക്കും പറഞ്ഞു? ഖത്തർ ആ കാലഘട്ടത്തിലെ ഖത്തർ എന്ന് പറയുന്നത് UAE ഒരു റാസൽ ഖൈമ പോലെയോ അല്ല അജ്മാൻ പോലെയോ ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഡെവലപ്ഡ് അല്ല, അത്ര ഡെവലപ്ഡ് അല്ല. ഒരു ഫാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഖത്തറിനോടാണ് കൂടുതൽ താല്പര്യം തോന്നിയത്. കാരണം ഖത്തറിലെ ആളുകൾ അത്ര ഫാസ്റ്റ് ലൈഫ് അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും അറിയാൻ താല്പര്യമുള്ളവരും ബന്ധങ്ങൾ നിലനിർത്തുന്നവരും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറെ കൂടി ഒരു ഹോംലി ആയിട്ട് ഫീൽ ഉണ്ടായി അല്ലേ? ഇവിടെ വന്നിട്ട് ജോലി അധികം നാൾ തുടർന്നോ? ഞാൻ 14 വർഷം അതേ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ 5 വർഷം മുമ്പ് മാത്രമാണ് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. പക്ഷെ അതിനിടയിൽ തന്നെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു ബിസിനസ്സുകൾ? ഇപ്പോൾ തുടക്കത്തിൽ തുടങ്ങുന്ന ഒരു ഗൾഫ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്നുള്ള പേരിൽ ഒരു ട്രേഡിംഗ് കമ്പനിയാണ് തുടങ്ങിയത്. അന്ന് ആ കമ്പനിയിലൂടെ സ്റ്റേഷനറി മെറ്റീരിയൽസ്, പിന്നീട് മരുന്ന്, മെഡിക്കൽ കൺസ്യൂമബിൾസ് ഒക്കെ തുടങ്ങി. 10 വർഷം മുമ്പ് മാത്രമാണ് ഞാൻ ആദ്യമായിട്ടൊരു റീറ്റെയിൽ ഫാർമസി റീറ്റെയിൽ. അതെ, അതെവിടെയാണ്? സൂഖ് ഫാലയിലെ കോർണിഷ് ഫാർമസി എന്നുള്ള പേരിൽ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നാണ് അത് തുടങ്ങിയത്. പിന്നീട് അവരൊക്കെ പല കാരണങ്ങളാൽ അതിൽ നിന്ന് പിന്മാറുകയും അത് പിന്നീട് സ്വന്തമായിട്ട് നടത്തുകയും ചെയ്തു. ഇപ്പോഴും ആ കോർണിഷ് ഫാർമസി പിന്നീട് സ്ഥലം മാറ്റിയെങ്കിലും അതേ പേരിൽ ഇപ്പോഴും ഫാർമസി ഇവിടെ സൽവാർ റോഡിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 13 ബ്രാഞ്ചുകളാണ് ഈ ഗ്രൂപ്പിൽ കീഴിലുള്ളത്. ദോഹയിൽ തന്നെ? ദോഹയുടെ ഖത്തറിൻ്റെ പല ഭാഗങ്ങളിലെ 13 ബ്രാഞ്ചുണ്ട്. 13 ബ്രാഞ്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ ഗൈഡ് ചെയ്യുന്ന ഒറ്റക്കാണ് ശരിക്കും പറഞ്ഞപ്പോൾ? ഇതിൻ്റെ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ്. എൻ്റെ ഒരു നല്ല വിശ്വസ്തരായ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ടീമുണ്ട്. അവരുടെ സഹായത്തോടു കൂടി. എത്ര സ്റ്റാഫ് ഉണ്ടാവും ഇപ്പം? മൊത്തം ഗ്രൂപ്പിൽ 140 സ്റ്റാഫുണ്ട്. 140 സ്റ്റാഫുണ്ട്. അപ്പോൾ വളരെ വൈഡായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, കമ്പനിയാണ് ശരിക്കും പറയുന്നത്. അതിൽ മലയാളികളാണോ കൂടുതൽ? മലയാളികളുണ്ട്, കൂടുതലും മലയാളികളാണ്. പിന്നെ കുറേ ഫിലിപ്പിനോ ഉണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്, നേപ്പാളീസ് ഉണ്ട്, സുഡാനീസ് ഉണ്ട്. അങ്ങനെ എല്ലാ നാഷണാലിറ്റികളും ചേർന്ന്. ഈ ഇത്രയും പറഞ്ഞ ഗ്രൂപ്പിൽ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആരാണ് ശരിക്കും? സുഡാനി, ഈജിപ്ഷ്യൻസ്, മലയാളികൾ? എനിക്ക് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ എല്ലാ നാഷണാലിറ്റിയിൽ നിന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുകയും സ്വന്തം ഫാമിലി ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് സ്വന്തം ബിസിനസ് പോലെ നടത്തിക്കൊണ്ടുപോകുന്ന നല്ലൊരു ടീം എനിക്ക്. നാട്ടുകാരിൽ നിന്ന് നല്ല അനുഭവം തന്നെയാണ് ഉള്ളത്? നല്ല അനുഭവങ്ങൾ. ചിലരായിട്ട് സംസാരിക്കുമ്പോൾ ചിലർ മോശമായ എക്സ്പീരിയൻസ് പറയാറുണ്ട്, അവിടെ ചോദിച്ചത്. എക്സ്പീരിയൻസ് അത് ഓരോരുത്തരുടെയും പിന്നെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് ഒരു സ്ഥാപനത്തിൽ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഞങ്ങൾ അങ്ങനെ ഒരു ബോസ് സ്റ്റാഫ് എന്നുള്ള വലിയൊരു വ്യത്യാസം, എന്തായാലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയൊരു വ്യത്യാസം ഉണ്ടാവാതെ അത് നടത്തിക്കൊണ്ടുപോകുന്നതിനാണ് ശ്രമിക്കുന്നത്. നമ്മളിൽ നിന്നുള്ള പെരുമാറ്റം പോലെ ഇരിക്കും അവരുടെ റെസ്പോൺസ് അല്ലേ? അതും എന്തുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അധികം കോഴിക്കോട് ഭാഗത്തുള്ളവരാണ് മലയാളികൾ? കൂടുതലും മലബാർ ഭാഗത്തുനിന്നുള്ളവർ. മലബാർ ഭാഗത്ത് കോഴിക്കോട് സെറ്റിൽഡ് ആയതുകൊണ്ടല്ലേ? ഞാൻ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഒരു കോർപ്പറേറ്റ് കൾച്ചർ അങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ബന്ധങ്ങളിലും നാട്ടിലും ഒക്കെയുള്ള ജോലി അന്വേഷിച്ച് വരുന്നവരെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആണ് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളത്. പിന്നെ ചില പ്രൊഫഷണൽസുകൾക്ക് വേണ്ടി മാത്രമാകുമ്പോൾ നമ്മൾ പരസ്യങ്ങളിടുകയും ആ സ്ട്രക്ചർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇത് ഫാർമസ്യൂട്ടിക്കൽ ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്ന ബിസിനസ്? ഞങ്ങൾ ഒരു ഹോൾസെയിൽ ഡിവിഷനുണ്ട്. ഹോൾസെയിൽ ഡിവിഷനിൽ ഖത്തറിൽ കുറേയധികം വേൾഡ് ഫേമസ് ബ്രാൻഡുകളുടെ സോൾ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ ഓയിൽ ഫീൽഡ് കൺസ്ട്രക്ഷൻ കമ്പനികളുമായി അവർക്ക് ആവശ്യമായ മെഡിക്കൽ സാധനങ്ങൾ, മെഡിസിൻ ആയാലും മെഡിക്കൽ കൺസ്യൂമബിൾസ് ആയാലും എക്യുപ്മെൻറ്റുകളായാലും സപ്ലൈ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ഡിവിഷൻ തന്നെ ഞങ്ങൾക്കുണ്ട്. അത് ഖത്തറിലെ ഏകദേശം 70-ൽ പരം കമ്പനികളുടെ സപ്ലയറായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങൾ ഇവിടെ ഖത്തറിൽ തന്നെ ഉള്ള മിക്കവാറും ഫാർമസികൾക്കെല്ലാം തന്നെ
അവർക്ക് ആവശ്യമായ എല്ലാ തരം സാധനങ്ങളും സപ്ലൈ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. കൂടാതെ പിന്നെ വേറെ കണക്റ്റഡ് ബിസിനസ് വേറെ എല്ലാം ഉണ്ടോ? ഈ ടെക്നിക്കൽ ഡിവിഷൻ 2-3 വർഷമായിട്ടുള്ള ഞങ്ങൾ തുടങ്ങിയിട്ട്, അതിൽ തുടങ്ങിയത് ആദ്യം ഒരു ഹൈഡ്രോളിക് ഡിവിഷനും പിന്നീട് ഒരു ഓട്ടോമൊബൈൽ ഡിവിഷനുമാണ്. ഓട്ടോമൊബൈൽ ഡിവിഷന് ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഷോറൂം ഉണ്ട്. അതിൽ ഫിൽറ്റേഴ്സ് ആണ്, ഹെവി എക്യുപ്മെൻറ്റുകളുടെയും ഹെവി വെഹിക്കിളിൻ്റെയും ഫിൽറ്റേഴ്സാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് ചില കമ്പനികളുടെ സോൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവിടെ ഷോറൂമായിട്ടാണ് ഷോറൂം ഉണ്ട്, ഞങ്ങൾക്ക് സപ്ലൈസും ഉണ്ട്, ഔട്ട്ഡോർ സപ്ലൈ. അപ്പോൾ ഒരുപാട് വൈഡ് കണക്റ്റഡ് ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞത് അല്ലേ? ഫാർമസ്യൂട്ടിക്കലി തുടങ്ങിയിട്ട് പിന്നെ ഇത് കൂടാതെ വേറെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ അടുത്ത് ഞങ്ങൾ ഇവിടുത്തെ ഖത്തറിലെ തന്നെ ഒരു ലീഡിങ് ടെലികോം IT കമ്പനി ഏറ്റെടുത്തു. അതിൽ ക്യൂട്ടലിൻ്റെ, ഖത്തറിലെ ലീഡിങ് ടെലികോം പ്രൊവൈഡറായ ക്യൂട്ടലിൻ്റെ കോൺട്രാക്ടറും കൂടിയാണ് ഞങ്ങൾ അവർക്ക് ആവശ്യമായ ഇൻസ്റ്റലേഷൻ ആവശ്യമായ ടെക്നിക്കൽ സ്റ്റാഫിനെയും ഹെൽപ്പേഴ്സ്, അതിനുമാരെ ടെക്നിക്കൽ സപ്പോർട്ട്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഏകദേശം 30-ൽ പരം ആളുകളെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടെക്നീഷ്യൻസിന് കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡും ക്യൂട്ടൽ തരികയുണ്ടായി. ക്യൂട്ടലാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ടെലികമ്മ്യൂണിക്കേഷൻ, ഫസ്റ്റ് ആൻഡ് ബിഗസ്റ്റ് ടെലികോം പ്രൊവൈഡർ. നമ്മുടെ നാട്ടിലെ എയർടെലൊക്കെ പോലെ, നമ്മുടെ നാട്ടിലെ BSNL പോലെ. കറക്റ്റ്, BSNL ലാൻഡ് ഫോൺ ഇതൊക്കെ ഏറ്റവും എല്ലാം ഫെസിലിറ്റി ഉള്ളത്. ഇവിടെ ലാൻഡ് ഫോൺ ഉള്ളത് ക്യൂട്ടലാണ് ശരിക്കും. ലാൻഡ് ലൈൻ ക്യൂട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി വേറെ ഫർദർ ഐഡിയാസ് എന്താണ് ശരിക്കും? ഇനിയിപ്പോൾ പറയാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ വരെ പറഞ്ഞു. ഞങ്ങളിപ്പോൾ പുതുതായിട്ട് കഴിഞ്ഞ ആഴ്ച സൗദിയിലും നാട്ടിലുമുള്ള ചില സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഗൾഫ് ഇൻസുലേഷൻ കമ്പനി എന്നുള്ള പേരിൽ. ഗൾഫ് ഇൻസുലേഷൻ കമ്പനി, ഗൾഫ് ഇൻസുലേഷൻ GIC. ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത് ഓയിൽ ഫീൽഡിലും മറ്റ് ഫാക്ടറികൾക്കൊക്കെ ആവശ്യമായ ഇൻസുലേഷൻ വർക്കുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ തെർമൽ ഇൻസുലേഷൻ, അതിൻ്റെ സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ഞാനും അതിൽ അത്ര എക്സ്പേർട്ടല്ല. ഈ മേഖലയിൽ വളരെ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെ ചേർന്നുകൊണ്ട് നല്ലൊരു ടീമിനെ ചേർത്തുകൊണ്ടാണ് ഖത്തറിൽ ഇത് തുടങ്ങിയിട്ടുള്ളത്. അത് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഞങ്ങൾക്ക് ഒരു അഗ്നിപരീക്ഷയാണ്. ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. അതിനുള്ള തുടക്കം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു. എന്തായാലും പുതിയ സംരംഭം ഗംഭീരമാകട്ടെ ശരിക്കും. ഇപ്പോൾ ഇത്രയും ബിസിനസ് കണക്റ്റഡായിട്ട് പോകുമ്പോൾ എനിക്ക് വന്ന സ്റ്റാഫിൽ ആരാണ് ശരിക്കും വളരെ കൂടെ ആത്മാർത്ഥമായിട്ട്? എനിക്ക് എൻ്റെ ലെഫ്റ്റനൻ്റ് ആയിട്ട് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ തന്നെ ഒരു കസിനായ ഉസാമ ആണ്. ഉസാമ ബിൻ ലാദൻ. ഉസാമ ബിൻ മുഹമ്മദ്. പുള്ളി എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠ മകനാണ്. ഇവിടുത്തെ ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജറാണ്. എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ എനിക്ക് കൂട്ടായി നിന്നുകൊണ്ട് കുറേ അധികം നാട്ടുകാരും സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ ശരിക്കും പറഞ്ഞാൽ ഇത്രയും അധികം വിജയിക്കാനുള്ള, അല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്കൊരു വ്യക്തിക്ക് ഇതുപോലെയുള്ള ഒരു സംഭവം കെട്ടിപ്പൊക്കാനോ വളർത്തിക്കൊണ്ടുവരാനോ കഴിയില്ല.